ഒന്ന് ഷിഫ്റ്റായി എന്ന് തോന്നുന്നില്ലേ എൻ്റെ ലൊക്കേഷൻ? യെസ്, ഞാൻ നാട്ടിൽ വന്നു. ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്തി ഫുഡുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓണം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട് കാണണം, വീട്ടിലുള്ളവരെ കാണണം എന്നൊക്കെ പറയാറുണ്ട്. വീട്ടിലെ ആളുകളൊക്കെ വരട്ടെ, അതിനുശേഷം ഞാൻ വീട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്തി ഫുഡുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ സീറോ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ ഒരാഴ്ചയിൽ ഒരു 6 ദിവസം എടുത്തിട്ട് ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ എന്താണ്, നമുക്ക് ഓയിലൊക്കെ ഉപയോഗിച്ച് മീൻ വറുത്ത് കഴിക്കണം, പൊരിച്ച് കഴിക്കണം, ലൈക്ക് ചുട്ട് കഴിക്കണം, വട്ടവോ, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. സോ 6 ദിവസം ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് കറിയാണ് ഓയിലൊന്നും ഇല്ലാതെ ഉപയോഗിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ദാൽ കറിയുടെ റെസിപ്പിയാണ് ഇത്. പൊതുവേ മുംബൈയിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. ഞാനതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആ ദാൽ കറി കണ്ടു നോക്കിയാലോ? സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയറും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. യെസ്, ചപ്പാത്തിയുടെയോ റൈസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമാണിത്. അപ്പോൾ ഇതെങ്ങനെ ക്യുക്കായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചെറുപയർ പരിപ്പാണ് വേണ്ടത്. പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, ധാരാളം മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റ് അല്ലേ മല്ലിയില ആഡ് ചെയ്ത് കഴിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ ധാരാളം വെള്ളം ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെള്ളം ചേർക്കാം. ദെൻ അതിലോട്ട് വീണ്ടും മല്ലിയിലയും മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ആ കളറ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ കളറാണ്. ഗസ്റ്റിനടക്കം സെർവ് ചെയ്യാൻ സാധിക്കും. സോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും.